ഇനി ഇതിന്റെ തുടർച്ചയാണ് ഉണ്ടാവുന്നത്. ആ തുടർച്ചയെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നൽകുകയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലായിരുന്നു ഈ 5 വർഷത്തെ പ്രധാന ശ്രദ്ധ. കാരണം അത്രയും പരിതാപകരമായിരുന്നു നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത്. റോഡുകൾ ആണ് പ്രധാനം. തകർന്നു തരിപ്പണമായ റോഡുകളാണ് 2021 കൈമാറി കിട്ടിയത്. ഇന്ന് 29 PWD റോഡുകൾക്ക് ഫണ്ട് വെച്ചു കഴിഞ്ഞു. 15 പണി പൂർത്തിയായി, 10 നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളത് തുറന്നു. ഇനി റോഡുകൾ ഒരു വലിയ പ്രശ്നമല്ല അടുത്ത 5 വർഷം. പ്രധാനപ്പെട്ട എല്ലാ റോഡും നന്നാക്കി ബാക്കിയുള്ളതിന്റെ നിർമ്മാണം നടക്കുന്നു. പട്ടാമ്പി ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കും. അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനം രംഗത്ത് പിന്നാക്കാവസ്ഥയ്ക്ക് ഏറെക്കുറെ പരിഹാരമായി. കാക്കപ്പുഴ പാലം, റെഗുലേറ്റർ, ഇതെല്ലാം വന്നു. ഇനി കുറച്ചുകൂടി നമുക്ക് ഈ മെച്ചപ്പെട്ട അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിനെ മുൻനിർത്തി കുറെ കൂടി മുന്നോട്ട് പോകാൻ ഉള്ള സാഹചര്യം ഇപ്പോഴത്തെ. അതില് പ്രധാനമായിട്ടും കൃഷി, ടൂറിസം, ആയുർവേദം, പിന്നെ ആരോഗ്യം, വിദ്യാഭ്യാസവും തൊഴിലും, കുടിവെള്ളം, മുതിർന്ന പൗരന്മാർക്കുള്ള സൗകര്യങ്ങൾ, ഉന്നതികളുടെ സമഗ്ര വികസനം, ജലസംരക്ഷണം, ഹരിത ഊർജം, സ്പോർട്സ്, പിന്നെ ഹാപ്പിനെസ്, ഈ മേഖലകളെയാണ് ഞങ്ങളുടെ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മേഖലകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇനി അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികൾ, അവശേഷിക്കുന്നതല്ല, ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള 2 പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനാണ് മുൻഗണന. അതിലൊന്ന് കുമ്പിടിയിൽ നിന്ന് പട്ടാമ്പി പാലം വരെയുള്ള 128 കോടി രൂപയുടെ കിഫ്ബി റോഡാണ്. കാന്തപ്പുഴയിൽ ഈ റോഡും കൂറ്റനാട് ടൗൺ നവീകരണവും സ്കൂൾ സ്മാർട്ട് കിച്ചൺ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് മുഴുവൻ സ്കൂളിലും സ്മാർട്ട് കിച്ചൺ, അത് CSR ഫണ്ട്, MLA ഫണ്ട് എന്നിവയെല്ലാം കൂടിയതുകൊണ്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തത്താലിൽ ആരംഭിച്ച നഴ്സിംഗ് കോളേജ് ഇപ്പോൾ കോപ്പറേറ്റീവ് കോളേജിന്റെ താൽക്കാലിക കെട്ടിടത്തിലാണ്. 5 വർഷത്തിനുള്ളിൽ അതിന് സ്വന്തം കെട്ടിടമുണ്ടാകും. ITIക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തം കെട്ടിടം ഉണ്ടാക്കും. കാരണം 2 കോടി ബജറ്റിൽ വെച്ചിട്ടുണ്ട്. സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. വഴിയുമായി ഒരു സ്വകാര്യ വ്യക്തി 21.5 സെന്റ് സ്ഥലം വഴി സൗജന്യമായിട്ട് തന്നു സർക്കാർ. ITI എന്നുള്ളത് 14-15 കൊല്ലത്തെ നമ്മുടെ ആവശ്യമില്ല. നിങ്ങളൊക്കെ അതിന് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുള്ളവരാണ്. ITIയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിഴിഞ്ഞം തുറമുഖം അവിടെ, ഇവിടെ പാലക്കാട് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോറും വരുമ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറും, പ്രത്യേകിച്ച് പാലക്കാട്. അപ്പോൾ വലിയ തൊഴിലവസരം ഉണ്ടാവും. പക്ഷെ അതിനുള്ള സ്കില്ലുള്ളവരെ നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തൊഴിലവസരങ്ങൾ മറ്റുള്ളവർക്ക് പോകും. അപ്പം അതുകൂടി കണ്ടാണ് സർക്കാർ പുതുതായിട്ട് 4 ITI ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും പുതിയ കോഴ്സുകൾ അടങ്ങുന്ന 4 ITI ആണ്.